ഹായ്. അപ്പോൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരുപാട് രീതിയിൽ, അതായത് ഓരോ 4 ദിവസം കൂടുമ്പോഴും കെ എസ് ആർ ടി സി ബസ്സുകളുടെ ആക്സിഡൻസ് നമ്മൾ കാണുന്നുണ്ട്. ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ, നമ്മൾ ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ സ്പീഡ് വയലേഷൻ്റെ ഭാഗമായിട്ടുള്ളത് ഫൈന്, അതായത് 2016 എടുക്കുന്നത് 2020 എടുക്കുന്നത് ഒക്കെ ഫൈനുകൾ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികൾക്കുള്ള ഫൈനുകൾ ഇപ്പോഴും അടയ്ക്കാതെ ഇപ്പോഴും നിരത്തിലോടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ലാത്ത വണ്ടികളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാതെ, പൊല്യൂഷൻ ടെസ്റ്റ് എക്സ്പയർഡ് ആയിട്ട് നിരത്തിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ 4 ദിവസം കൂടുമ്പോഴും കെ എസ് ആർ ടി സി ബസ്സുകൾ അപകടപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരൊറ്റ കാര്യമുള്ളൂ, ഇവിടെ MVD എന്ന് പറയുന്നു, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്ന അതേ ഉന്മേഷം, അവിടെ ഉന്മേഷം വേണ്ട എന്നല്ല പറയുന്നത്, സാധാരണ ജനങ്ങളുടെ വാഹനം ചെക്ക് ചെയ്യുന്ന വേണം, പക്ഷെ അതേ ഉന്മേഷം ഗവൺമെന്റ് അതോറിറ്റീസിന്റെ വാഹനം ചെയ്യുന്നതിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കെ എസ് ആർ ടി സിയുടെ പല അപകടങ്ങളും ഇല്ലാതാക്കാനായിട്ട് MVD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് കഴിയുമായിരുന്നു. മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കറക്റ്റായിട്ടുള്ള നേതൃത്വമാണെങ്കിൽ MVD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് ഗവൺമെന്റ് അതോറിറ്റീസിന്റെ വാഹനങ്ങൾ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ കെ എസ് ആർ ടി സിയിലുള്ള ഭൂരിഭാഗം അപകടങ്ങളും പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.